പ്രാക്ടിക്കൽ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഗ്രാമർ പഠനം എളുപ്പമുള്ളതാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ഒന്നാമത്തെ ഭാഗം. ഹീ ഈസ് കമ്മിങ് എന്ന വാക്യം നോക്കുക. ഇതിൽ ഹീ എന്നത് സബ്ജക്റ്റും ഈസ് എന്നത് വെർബും ആണ്. സബ്ജക്റ്റ് ആദ്യവും വെർബ് രണ്ടാമതും ചേർത്ത ശേഷം മറ്റ് പദങ്ങളുണ്ടെങ്കിൽ അവ കൂടി ചേർത്തിട്ടാണ് ഇംഗ്ലീഷിലെ സെൻറ്റൻസുകൾ തയ്യാറാക്കുന്നത്. ഇങ്ങനെ ചേർക്കുമ്പോൾ തെറ്റിപ്പോവാൻ സാധ്യതയുള്ള 9 വെർബ്സാണ് ഇംഗ്ലീഷിലുള്ളത്. ഇവ ആം, ഈസ്, ആർ, ഹാവ്, ഹാസ്, വാസ്, വെയർ, ഡു, ഡസ് എന്നിവയാണ്. ഇവയെ നമുക്ക് 3ആയി തരംതിരിക്കാം. ആം എന്ന് പറയുന്നത് ഐയുടെ കൂടെ മാത്രം ചേർക്കുന്ന ഒരു സ്പെഷ്യൽ വെർബാണ്. സിംഗുലർ വെർബ്സ് രണ്ടാമത്തത്, അത് എസ്സിൽ അവസാനിക്കുന്നതാണ്. ഈസ്, ഹാസ്, വാസ്, ഡസ്. അതിൻ്റെ അവസാനം, സിംഗുലർ വെർബിൻ്റെ അവസാനം എപ്പോഴും എസ് ആയിരിക്കും. മൂന്നാമത്തത് പ്ലൂറൽ വെർബ്സാണ്. എസ്സിൽ അവസാനിക്കാത്ത വെർബ്സാണ് ആർ, ഹാവ്, വെയർ, ഡു എന്നിവ. ഇവ കൂടാതെ സാധാരണ മെയിൻ വെർബ്സിൻ്റെ കം, ഗോ, സ്റ്റാൻഡ്, സിറ്റ് പോലുള്ള മെയിൻ വെർബ്സ് ഇംഗ്ലീഷിൽ വേറെ ഉണ്ട്. ഇവയും നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് സിംഗുലർ വെർബ്സ്. സിംഗുലർ വെർബ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും എസ്സിലായിരിക്കും അവസാനിക്കുക. അപ്പോൾ നമ്മൾ കം എന്നുള്ളതിനോട് കൂടി എസ് ചേർത്ത് കംസ് ആകുന്നു. ഗോ എന്ന് പറയുമ്പോൾ എസ് ചേർക്കേണ്ടി വരും, ഗോസ് ആകുന്നു. ഈറ്റിൻ്റെ കൂടെ എസ് ചേർത്ത് ഈറ്റ്സ്, വാക്കിൻ്റെ കൂടെ എസ് ചേർത്ത് വോക്സ്, അങ്ങനെ ചേർത്ത് സിംഗുലർ വെർബ്സ് ആക്കും. ഇത് ചേരാത്ത വെർബുകൾ കം, ഗോ, ഈറ്റ്, വോക്ക് അങ്ങനെ എസ് ചേർക്കാത്ത വെർബുകളെയാണ് പ്ലൂറൽ വെർബ്സ് എന്ന് പറയുന്നത്. ഇനി ഈ വെർബ് സബ്ജക്റ്റിൻ്റെ കൂടെ ഈ വെർബ് എങ്ങനെ ചേർക്കും എന്നുള്ളതാണ് അടുത്ത് നമുക്ക് പഠിക്കേണ്ടത്. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വെർബ് ചേർക്കുക. സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഉദാഹരണം ഹി, ഷീ, ഇറ്റ്, അനിൽ, ആലുവ അങ്ങനെയൊക്കെ പറയുന്നത്. ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത് എ ലയൺ ഈസ് എ വൈൽഡ് ആനിമൽ. ഹി ഡസ് സച്ച് വർക്ക്. ഷീ കംസ് ഹിയർ. ഇനി പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ പ്ലൂറൽ വെർബാണ് ചേർക്കേണ്ടത്. പ്ലൂറൽ വെർബ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം എണ്ണത്തെ സൂചിപ്പിക്കുന്ന സബ്ജക്റ്റാണ് അത്. ഉദാഹരണത്തിന് വി, ഞങ്ങൾ എന്ന് പറയുന്നത്, യു, നിങ്ങൾ. ചില സമയത്ത് നീ എന്ന് പറഞ്ഞ ഒരാൾ വരാറുണ്ട്, എന്നാലും യു എപ്പോഴും പ്ലൂറലായിട്ട് തന്നെ എടുക്കാറ്. ദേ, കൗസ്, പീപ്പിൾ തുടങ്ങിയ പ്ലൂറൽ സബ്ജക്ട്സ്. ഇവയോട് പ്ലൂറൽ വെർബ്സ് ചേർക്കണം. അതുകൊണ്ട് ലയൺസ് ആർ വൈൽഡ് ആനിമൽസ്. വി ഡു സച്ച് വർക്ക്. ദേ കം ഹിയർ. ഇനി അടുത്തത് വരുന്നത് ഐ ആണ്. ഐ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സബ്ജക്റ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇത് സാധാരണ പ്ലൂറൽ രൂപത്തിലാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയം നമ്മൾ ബഹുമാനം കൊടുക്കുന്നു. വാസ്, ആം, വാസ് എന്നീ 2 രൂപങ്ങൾ ഒഴികെ ബാക്കി എല്ലാ വെർബ്സും പ്ലൂറൽ വെർബ്സാണ് ഈ ഐയുടെ കൂടെ ചേർക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഐ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളുവെങ്കിലും സ്വയം ബഹുമാനം കാണിക്കാനായിട്ട് നമ്മൾ ഈസിന് പകരം ആം ചേർക്കുന്നു. ഉദാഹരണം ഐ ആം ഇന്ത്യൻ. ഐ ഈസ് ഇന്ത്യൻ എന്നല്ല പറയേണ്ടത്, വർത്തമാനത്തിൽ പറയാറുണ്ട്. എന്നാൽ സിംഗിൾ വെർബായിട്ടുള്ള വാസ് ആണ് പാസ്റ്റ് ടെൻസിൽ ചേർക്കുന്നത്. ഐ വാസ് ഇൻ ഫ്രാൻസ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ഞാൻ ഫ്രാൻസിലായിരുന്നു പറയുമ്പോൾ ഐ വാസ് ഇൻ ഫ്രാൻസ് എന്നായിരിക്കും പറയുക, ഐ വേർ എന്നല്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകാൻ പറ്റാത്ത കാര്യം പറയുമ്പോൾ പ്ലൂറൽ വെർബായിട്ടുള്ള വേറാണ് അതിലൂടെ ചേർക്കുന്നത്. ഉദാഹരണത്തിന് ഐ വിഷ് ഐ വെയർ എ ബേർഡ്. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സെൻറ്റൻസിൻ്റെ അർത്ഥം. അവിടെ പക്ഷിയാവാൻ എനിക്ക് സാധിക്കില്ല. അത് സാധിക്കാത്തത് കൊണ്ട് അവിടെ ഐയുടെ കൂടെ വേറാണ് ചേർക്കുക. പ്ലൂറൽ ആയിട്ടുള്ള വെർബ് ആണ് ചേർക്കുക. ഇനി അത് വർത്തമാനം പറയുമ്പോൾ നമുക്ക് ഐ വിഷ് ഐ വാസ് എ ബേർഡ് എന്ന് നമുക്ക് പറയാം. ഇനി ബാക്കി എല്ലാ സ്ഥലത്തും പ്ലൂറൽ വെർബ്സാണ് ഐയുടെ കൂടെ ചേർക്കുക, സിംഗിൾ വെർബ്സ് അല്ല. ഉദാഹരണത്തിന് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഇൻ ഫ്രാൻസ്. അവിടെ ഐ ഹാസ് എന്നല്ല വരേണ്ടത്. ഐ ടീച്ച് ഇംഗ്ലീഷ്, ഐ ടീച്ചസ് എന്നല്ല വരേണ്ടത്. ഐ ഡു നോട്ട് ഈറ്റ് മീറ്റ്, ഐ ഡസ് നോട്ട് ഈറ്റ് എന്നല്ല വരേണ്ടത്.
ഇനി നമുക്ക് എണ്ണാൻ പറ്റാത്ത വാട്ടർ, ഗ്രാസ്, ഷുഗർ, ഗോൾഡ്, ലവ് പോലുള്ള പദങ്ങൾ സബ്ജക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ സിംഗുലർ വെർബ് വേണം ചേർക്കാൻ. സിംഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, എസ്റ്റിൽ അവസാനിക്കുന്ന വെർബ്. ഇവിടെ നമുക്ക് ഗ്രാസ് ഈസ് ഗ്രീൻ, അവിടെ ഗ്രാസ് എന്ന് പറയുന്നത് എണ്ണാൻ പറ്റാത്തതാണ്, അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈസ് ചേർത്തു. ഹെർ ലവ് വാസ് പ്ലാറ്റോണിക്, അവളുടെ സ്നേഹം പരിശുദ്ധമായിരുന്നു. അവിടെ ലവ് എന്നുള്ള ഒരു വേർഡാണ്, അത് എണ്ണാൻ പറ്റാത്തതാണ്, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ വാസ് ചേർത്തു. ഇനി ING-യിൽ അവസാനിക്കുന്ന ING ചേർന്ന് വരുന്ന പദം സബ്ജക്റ്റായിട്ട് വന്നു കഴിഞ്ഞാലും ഈ എസ്സിൽ അവസാനിക്കുന്ന സിംഗുലർ വെർബ് തന്നെ വേണം ചേർക്കാനായിട്ട്. എസ്സിൽ അവസാനിക്കുന്ന വെർബ് എന്ന് പറഞ്ഞാൽ മതി, സിംഗുലർ വെർബാണത്. ഉദാഹരണം, വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സർസൈസ്. വാക്കിംഗ് ഈസ്. സ്മോക്കിംഗ് കിൽസ് യു. സ്മോക്കിംഗ് കിൽ യു എന്നല്ല, സ്കിൽസ് യു. ഇനി അടുത്തത് ടു ചേർന്ന് വരുന്ന വെർബ്സ് ഉണ്ട്. കം, ഗോ പോലുള്ള വെർബ്സ് ടു ചേർന്ന്, ടു കം, ടു ഗോ പോലുള്ള ചേർന്ന് വരുന്നുണ്ട്. അത് സബ്ജക്റ്റായിട്ട് വന്നാലും സിംഗിൾ വെർബ് തന്നെ വേണം ചേർക്കാൻ. ടു വോക്ക് ഈസ് ഗുഡ് ഫോർ യു. ടു വോക്ക് ഈസ് ഗുഡ് ഫോർ യു എന്നാണ്. ഇനി ദാറ്റ് ഈസ്, ദാറ്റ് സംബഡി ഓർ സംതിങ് ഈസ്, അങ്ങനെയൊക്കെ ചേർന്ന് വരുന്ന ക്ലോസുകളുണ്ട്, വാക്യാംശങ്ങളുണ്ട്. അവ സബ്ജക്റ്റായിട്ട് വന്നു കഴിഞ്ഞാലും സിംഗുലർ വെർബ് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചേർക്കേണ്ടത് ദാറ്റ് ഹി ഈസ് ദ ലയർ ഈസ് ഓൾമോസ്റ്റ് ക്ലിയർ. ദാറ്റ് ഹി ഈസ് ദ ലയർ ഈസ് ഓൾമോസ്റ്റ് ക്ലിയർ. അവിടെ ദാറ്റ് ഹി ഈസ് ലയർ എന്ന് പറഞ്ഞിട്ട് ഈസാണ് ചേർക്കേണ്ടത്, ഓൾമോസ്റ്റ് ക്ലിയർ എന്നുള്ളത്. ഇനി ഹൗ ടു ഡു, ഹൗ ടു ഗോ, വാട്ട് ടു സേ, വാട്ട് ടു തിങ്ക് തുടങ്ങിയവ സബ്ജക്റ്റായിട്ട് വന്നാലും സിംഗുലർ വെർബ് തന്നെ വേണം ചേർക്കാനായിട്ട്. ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു. ഹൗ ടു എസ്കേപ്പ് ഫ്രം ഹിയർ ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതുതായിട്ടുള്ള കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.